ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു ഓഫീസ് ഡേ ആണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ ഫ്രഷായി ഡ്രസ്സൊക്കെ ചെയ്ത് ഇതാണ് കോസ്റ്റ്യൂം ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് പോയി. അതിൻ്റെ ഇടയിൽ ഉമ്മ ഉണ്ട്, ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് കണ്ടതാണല്ലോ ഇഡ്ഡലി ഇടുന്നത്. അപ്പോൾ ഉമ്മ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. എന്താ വെച്ചാൽ ഒന്നാമത് ഇഡ്ഡലി ഇടുമ്പോൾ ഇഡ്ഡലി തട്ടിൽ എപ്പോഴും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പം പറഞ്ഞു ഇപ്പം ഇനി അങ്ങനെ ഉണ്ടാവില്ല, ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ വാഴയില നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞിട്ട് കുറച്ചൊരു വെളിച്ചെണ്ണ ഒന്നിങ്ങനെ തടവിയിട്ട് ഇങ്ങനെ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ ആവില്ല. എന്നിട്ട് പിന്നെ ഞങ്ങളത് കുക്കായപ്പോൾ ഞാൻ നോക്കിയിട്ടോ, ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്, ഒരു കുഴപ്പമൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഉമ്മ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടത്. ഞാൻ ചോദിച്ചു ഏതാ ചാനൽ വെച്ചാൽ ഉമ്മക്ക് അറിയില്ല. അപ്പം പറഞ്ഞു ഇതെങ്ങനെ ആക്കി നോക്കുക, അപ്പം നല്ലതാകും, അടിയിലൊന്നും പിടിക്കില്ല പറഞ്ഞു. അപ്പം അങ്ങനെ കിട്ടിയത്, അതല്ല സോഫ്റ്റായിട്ട് കിട്ടി. ഇഡ്ഡലി നല്ല പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഉമ്മ പറഞ്ഞത് ഇങ്ങനെ തന്നെ ഇനി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതൊക്കെ ഓക്കെ ആക്കി. പിന്നെ ഇതിലേക്ക് സാമ്പാറായിരുന്നു ഇന്ന്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ നേരെ വന്ന്, ഇതാണ് എൻ്റെ അക്കാഡമി. ഞാൻ വർക്ക് ചെയ്യുന്ന അൽഹിന്ദിൻ്റെ അക്കാഡമിയിലാട്ടോ. അവിടെ അയാട്ടയാണ് കോഴ്സ് കൊടുക്കുന്നത്, നമ്മളെ ഏവിയേഷനില്ലേ അതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഓഫീസ് വരുന്നത്. ഞാനിവിടെയാണ് ഇരിക്കാറുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോകാൻ പഞ്ചിങ്ങാണ്. പഞ്ച് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് പഞ്ചിങ് ടൈം ഉണ്ട്. 9:30 പഞ്ച് ചെയ്യണം. അപ്പോൾ 9:30 ഷാർപ്പ് 9:30 വേഗം പഞ്ച് ചെയ്തിട്ട് പിന്നെ വേഗം വരും. എന്താ വെച്ചാൽ പഞ്ചിങ് ഞങ്ങൾക്ക് 9:30 അഥവാ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലേറ്റ് കട്ടിങ് ഉണ്ട് സാലറിയിൽ. അപ്പോൾ വെറുതെ അപ്പോൾ അത് കളയണ്ടല്ലോ. അപ്പോൾ വേഗം പിന്നെ ഓടി വരും. അപ്പോൾ ഞാൻ ഇവിടെ വർക്ക് ചെയ്യണം അൽഹിന്ദ് അക്കാഡമിയിൽ. അപ്പോൾ ഇത് ഞങ്ങളെ ചേച്ചിയാണ്. ചേച്ചി കുറച്ച് രാവിലെ വന്നാൽ നേരെ ചേച്ചീനായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കും, പിന്നെ വേഗം വർക്ക് ചെയ്യാൻ കയറും. എൻ്റെ ഡ്യൂട്ടി ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റുഡൻറ്റ് കൗൺസിലറാണ്, പിന്നെ ഓഫീസ് അഡ്മിനാണ്. അപ്പോൾ ചില ഡേയ്സ് ആയിരിക്കും കേട്ടോ, ചില ടൈമിൽ ഭയങ്കരമായിട്ട് വർക്ക് ലോഡ് ഉണ്ടാവലുണ്ട്. ചില ഡേയ്സ് നേരെ മറിച്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. പിന്നെ അപ്പോൾ ഇന്നിപ്പോൾ കുറച്ചൊന്ന് ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം കുട്ടി മണീസിന് കോൾ ചെയ്യും. എന്താ വെച്ചാൽ എൻ്റെ മോളാണത് താഴെയുള്ളത്, മറ്റേത് അനിയത്തിൻ്റെ മോള്. അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പ് കോളാണ് ചെയ്യുക. അപ്പോൾ മക്കൾ വിളിക്കേണ്ടത് തന്നെ എന്തിനാണ്, വൈകിട്ട് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരുമോ. എൻ്റെ മോൾക്ക് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ടോയ്സ് ഡെയിലി എന്തെങ്കിലും ഒരു ടോയ്സോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് എന്തെങ്കിലും വേണമെന്ന് അറിയാം. പിന്നെ ഞാൻ ഫബീന പറയാ എന്ത് പറയണ്ട, ഒന്നുമില്ലല്ലോ, പറയാനൊന്നുമില്ലല്ലോ. ഈ കാണുന്ന പിന്നെ ഡിഗ്രിത്തെ പിള്ളേരാട്ടോ അവിടുത്തെ. ഇവിടെ ഡിഗ്രി 1 ഇയർ കോഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിഗ്രിത്തെ പിള്ളേർ കുറച്ച് കമ്പനി തന്നെയായിട്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പെർമനൻറ്റ് സ്റ്റാഫാണ്. നേരത്തെ കണ്ടില്ലേ, ഫബീന, ഷമീമ, ഇവരും ഞാനും കൂടിയാണ് 3 പേര്. മിക്ക ഡേയ്സാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കൊണ്ടുവരാറുള്ളത്. ചിലപ്പോൾ പുറത്തുനിന്ന് കഴിക്കും. പിന്നെ അപ്പോൾ ഇന്ന് ഞങ്ങൾ ബിരിയാണി കഴിക്കാം, 3 പേരും കൂടി പ്ലാൻ ചെയ്ത് ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്ത് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ച് പിന്നെ അതിൻ്റെ കൂടെ ഒരു മൊജിറ്റോ ഓർഡർ ചെയ്ത്, ഇവിടെ നിന്ന് ചിക്കാഗോന്ന് തന്നെ മൊജിറ്റോ ഓർഡർ ചെയ്തിട്ട് അതും കഴിച്ചിരുന്നു. പിന്നെ ചില ഡേയ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് ആഫ്റ്റർനൂൺ വർക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള വർക്ക് ലോഡ് എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ ഇരുന്ന് പിന്നെ ഒരു 5:30 ആയപ്പോൾ 5:30 ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും പഞ്ചൗട്ട് ചെയ്തുകൊണ്ട് പിന്നെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുന്ന് ഒരു വീടിൻ്റെ അവിടെ നിന്ന് 5:30 ഇറങ്ങിയാൽ ഒരു 6 മണിയാകുമ്പോഴത്തേനൊക്കെ വീട്ടിലെത്തും. അപ്പോൾ ഹാഫ് ആൻ അവറാണ് വീട്ടിലേക്കുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഓഫീസ് ഡേ. അപ്പോൾ കഴിയുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.